എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് 2 ദിവസത്തെ വീഡിയോ ആണ്, ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും. ഗാർഡൻ മേക്ക് ഓവർ ചെയ്യുന്നത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പം ഈ വാണ്ടറിങ് ജൂ നിൽക്കുന്ന ഈ ഭാഗവും മണി പ്ലാന്റ് നിൽക്കുന്ന ഏരിയയൊക്കെ നല്ല കാടായിട്ടോ, പുല്ലെല്ലാം അപ്പടിയായി. അപ്പോൾ വെയിലില്ലാത്ത ഒരു ഇത് നോക്കിയിരിക്കുമായിരുന്നു. വെയിലില്ലാണ്ട് ഈ ഒരു ഭാഗത്ത് വെയിലില്ലാതെ വരണമെങ്കിൽ വൈകുന്നേരമാവും. അപ്പോഴത്തേന് പിള്ളേർ വരാറാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേ നല്ല മഴയുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു. മഴയൊന്ന് തോർന്ന സമയത്ത് പെട്ടെന്ന് ഇറങ്ങിയോണ്ട് പുല്ലൊക്കെ പറിച്ചെടുക്കാൻ എളുപ്പമുണ്ടായിരുന്നേ. എല്ലാം നല്ല ഇങ്ങനെ ഇളകി നിൽക്കുമായിരുന്നു. ആദ്യം തന്നെ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു മാറ്റി. ഈ ഒരു ഭാഗം നമ്മൾ ഇതിന് മുന്നേ ക്ലീൻ ചെയ്തതാണ്. എന്നാലും അവിടെയും കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആദ്യം തന്നെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് ഞാൻ തന്നെ ഒന്ന് കണ്ട് ആസ്വദിച്ചു. കൊള്ളാലോ, പുല്ലൊക്കെ പോയപ്പോൾ രസമുണ്ടല്ലോ ഒന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് ബോർഡർ ഗ്രാസും പിന്നെ നമ്മൾ അങ്ങ് അറ്റത്ത് നമ്മളൊരു റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച്, അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തു. അത് അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് നടക്കില്ലാത്തതുകൊണ്ട് കുറച്ച് റെഡ് പ്ലാന്റും ബോർഡർ ഗ്രാസും ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ റെഡ് പ്ലാന്റൊക്കെ വളർന്ന് നല്ല തിക്കായാലേ ഉള്ളൂ ഭംഗിയുള്ളൂ. എന്തായാലും ഞാനൊന്ന് വെച്ചു. അവിടെ നിൽക്കുന്ന അധികം ചെടികളൊന്നും കളയാതെ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ചെടിയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേ. വാണ്ടറിങ് ജൂ ഞാൻ ഒരുപാട് പടർത്തിയില്ല. അന്നേരം തന്നെ അതിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ കുറച്ച് തിക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി അതേ 10 മണിയാകാറായ ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പൂവൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല രസമായിട്ട് ഇതിനകത്ത് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്നതുകൊണ്ടേ നിറയെ പൂവുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഇത്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. വ്യാഴാഴ്ച ഇനി പിള്ളേർക്ക് സ്കൂളില്ല കേട്ടോ, ഓഫാണ്. അപ്പോൾ ദേ നമ്മളിന്ന് രാവിലെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അമ്മ ആ സമയത്ത് അതേ വെണ്ടയ്ക്ക തോരനും അതുപോലെ തന്നെ പുളിശ്ശേരിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ പോയി ചപ്പാത്തിയുടെ മാവ് ഒന്ന് കുഴച്ച് റെഡിയാക്കാമെന്ന് വെച്ചു. മാവൊക്കെ കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മുട്ടക്കറിക്കുള്ള സവോളയൊക്കെ അരിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ചേർക്കുക. അത് ചേർത്തിട്ട് അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. ആ സമയത്ത് നമുക്ക് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതാകുമ്പോഴത്തേനും രണ്ടും ഒരുപോലെ കഴിയുകയും ചെയ്യുമല്ലോ. അങ്ങനെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മളതെല്ലാം തുടച്ച് ക്ലീൻ ആക്കുന്നത്. അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മുടെ പണിയൊക്കെ തീരും കേട്ടോ. പിന്നെ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെയൊക്കെ കാണാം കേട്ടോ.